നാം കാണുന്ന സിനിമകളെല്ലാം ഒരേ കഥകളാണ്. എല്ലാ സിനിമകളും ഒരു കഥയിലൂടെ നമ്മെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്നു. ചില കഥകൾ യാഥാർത്ഥികമാണ്, മറ്റു ചിലത് ഉണ്ടാക്കിയവയും. കഥയാണ് എല്ലാ സിനിമയുടെയും അടിത്തറ. പക്ഷേ ഒരേ കഥ തന്നെ കൺവേ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അത്തരത്തിൽ ഒരേ കഥയിൽ അല്ലെങ്കിൽ ഒരേ സ്റ്റോറി ലൈനിൽ പറഞ്ഞു പോകുന്ന ഒരുപോലെയുള്ള സിനിമകളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പറയുന്ന സിനിമകൾ എല്ലാ അർത്ഥം കൊണ്ടും ഒരേ കഥയെന്നല്ല ഉദ്ദേശിക്കുന്നത്. എവിടേക്കെയോ ചില സീനുകളും ചില ഡയലോഗുകളും ലൊക്കേഷനുകളും നമ്മെ ഇത് മറ്റു സിനിമയുമായി സാമ്യതകളുണ്ടോ എന്ന് ചിന്തിപ്പിക്കും. അത്തരത്തിൽ ഒരേ കഥയിൽ വന്ന സിനിമകൾ തമ്മിൽ കംപ്ലീറ്റായ സിമിലാരിറ്റി ഇല്ലെങ്കിലും അവയുടെ കഥയുടെ വൺ ലൈൻ ഏകദേശം ഒരുപോലെയായിരിക്കും. പക്ഷേ അവയൊന്നും കോപ്പിയുമല്ല. പക്ഷെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ലെങ്കിലും ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ ഇത് തന്നെയല്ലേ അത് എന്ന് തോന്നിപ്പോകും. ഗൗതമൻ്റെ രഥം ആൻഡ് മഹേഷും മാരുതിയും. ആനന്ദ് മേനോൻ്റെ രചനയിലും സംവിധാനത്തിലും നീരജ് മാധവ് നായകനായി 2020 റിലീസായ ചിത്രമായിരുന്നു ഗൗതമൻ്റെ രഥം. ഒരു കാറും അതിൻ്റെ ഓണറായ യുവാവും അവൻ്റെ കുടുംബവും പ്രണയവും, അതാണ് ഈ സിനിമയുടെ കഥ. എന്നാൽ 2023 മണിയമ്പിള്ള രാജു പ്രൊഡ്യൂസ് ചെയ്ത് വന്ന മഹേഷും മാരുതിയും ഇതേ കഥ തന്നെയായിരുന്നു കൺവേ ചെയ്തത്. ആസിഫ് അലി നായകനായ സിനിമയിൽ ഇപ്പറഞ്ഞ ഫാമിലിയും ലവും പ്രശ്നങ്ങളും തന്നെയാണ് വൺ ലൈൻ. ജേക്കബിൻ്റെ സ്വർഗരാജ്യം, ജോമോൻ്റെ സുവിശേഷങ്ങൾ. വിനീത് ശ്രീനിവാസൻ്റെ ഡയറക്ഷനിൽ 2016 വന്ന നിവിൻ പോളി ചിത്രമായിരുന്നു ജേക്കബിൻ്റെ സ്വർഗരാജ്യം. വലിയ ബിസിനസ്സുകാരനായ അച്ഛൻ, തലതെറിച്ചു നടക്കുന്ന മകൻ. അങ്ങനെ അച്ഛൻ്റെ ബിസിനസ്സിലൊരു പ്രശ്നം വന്നത് തകരുന്നു. അതെല്ലാം തിരിച്ചു പിടിക്കുന്ന മകൻ. ഇതായിരുന്നു സിനിമയുടെ വൺ ലൈൻ. എന്നാൽ 2017 ദുൽഖറെ നായകനാക്കി സത്യൻ അന്തിക്കാടിൻ്റെ ഡയറക്ഷനിൽ വന്ന ജോമോൻ്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയും സെയിം സ്റ്റോറി തന്നെയായിരുന്നു പറഞ്ഞത്. അച്ഛനും ബിസിനസ്സും, തലതെറിച്ച മകനും, അച്ഛൻ്റെ ബിസിനസ് തകരുമ്പോൾ തിരിച്ചു പിടിക്കുന്ന മകനും. എന്താലേ. എബി വിമാനം. വിനീത് ശ്രീനിവാസനെ നായകനാക്കി നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു എബി. പറക്കണമെന്ന ആഗ്രഹമുള്ള ഒരു പയ്യനും അവൻ അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തുന്നു. പറക്കാനായി വിമാനം ഉണ്ടാക്കുന്നു. അതിനിടയിൽ അവനൊരു നഷ്ടപ്രണയവും സംഭവിക്കുന്നു. പക്ഷേ അവസാനം അവൻ്റെ ആഗ്രഹമെന്ന പോലെ അവൻ പറക്കുന്നു. ഇതായിരുന്നു എബിയുടെ കഥ. ഈ ഒരു സിനിമ 2017 തുടക്കത്തിൽ, അതായത് ഫെബ്രുവരിയിലാണ് റിലീസിനെത്തിയത്. എന്നാൽ 2017 അവസാനം, അതായത് ഡിസംബറിൽ റിലീസായ പൃഥ്വിരാജിൻ്റെ വിമാനം എന്ന സിനിമയും സെയിം സ്റ്റോറി തന്നെയാണ്. പക്ഷേ രണ്ട് സിനിമകളും തിയേറ്ററിൽ പരാജയമായിരുന്നു. നരസിംഹം, സ്ഫടികം. പറയുമ്പോൾ മണ്ടത്തരമാണെന്ന് തോന്നിയാലും ഈ രണ്ടു സിനിമകളുടെയും കഥ ഒന്നു തന്നെയല്ലേ. മകനെ ഇഷ്ടപ്പെടാത്ത അച്ഛൻ, മകൻ ചെയ്യുന്ന പല കാര്യങ്ങളും അച്ഛന് വെറുപ്പാണ്. അങ്ങനെ ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ. ക്ലൈമാക്സിൽ അച്ഛനിലെ മകനെയും മകനിലെ അച്ഛനെയും പരസ്പരം മനസ്സിലാക്കുന്നു. ശരിക്കും ഇതാണ് രണ്ട് സിനിമകളുടെയും വൺ ലൈൻ. സ്ഫടികം ഇറങ്ങുന്നത് 1995 എന്നാൽ 5 വർഷത്തിന് ശേഷം, അതായത് 2000 ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആദ്യ സിനിമയായ നരസിംഹം റിലീസാവുന്നത്. പക്ഷേ ഈ രണ്ട് സിനിമകളും എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളാണ്. ലാലേട്ടൻ്റെ കരിയറിലെ മികച്ച രണ്ട് സിനിമകളാണ്. ഡ്രൈവിംഗ് ലൈസൻസ്, അയ്യപ്പനും കോശിയും. പൃഥ്വിരാജ്, സുരാജ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ്. 2019 ഈ ഒരു സിനിമ റിലീസായത്. എന്നാൽ 2020 റിലീസായ ബിജു മേനോൻ പൃഥ്വിരാജ് ചിത്രമായ അയ്യപ്പനും കോശിയും സെയിം സ്റ്റോറി ലൈനായിരുന്നു. രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ഈഗോ, പിന്നീട് അത് വലിയൊരു ക്ലാഷായി മാറുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കുന്നു. പക്ഷേ ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നൊന്നുമില്ല. ചിലപ്പോൾ ഒരാളാണ് ശരി, മറ്റൊരാൾ തെറ്റാണ് തോന്നിപ്പോകും. അങ്ങനെ ക്ലൈമാക്സിൽ ഇരുവരും ഒന്നിക്കുന്നു. പ്രശ്നങ്ങൾ തീരുന്നു. രണ്ട് കഥാപാത്രങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് സ്ക്രീൻ പ്ലേയിൽ നൽകിയിരിക്കുന്നത്. ഈ രണ്ട് സിനിമകളും സച്ചിയുടെ തിരക്കഥയാണ്. കുറ്റവും ശിക്ഷയും, കണ്ണൂർ സ്ക്വാഡ്. 2023 റീസെൻ്റ്ലി റിലീസായി ഹിറ്റടിച്ച ചിത്രമായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. ഈ സിനിമയുടെ റിവ്യൂസിനിടെ പരാമർശിക്കപ്പെട്ട മറ്റൊരു സിനിമയായിരുന്നു കുറ്റവും ശിക്ഷയും. 2022 ആസിഫ് അലി നായകനായി വന്ന സിനിമയാണ് കുറ്റവും ശിക്ഷയും. ഈ രണ്ട് സിനിമകളുടെയും കഥ ഏകദേശം ഒരുപോലെയാണ്. ചില സീനുകൾ കാണുമ്പോൾ ഇത് തന്നെയല്ലേ അത് എന്ന് തോന്നിപ്പോകും. മെയിനായും ഈ രണ്ട് സിനിമകളും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സാണ്. ഒരു കേസ് അന്വേഷണവുമായി പോകുന്ന പോലീസ് ടീം, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനിടയിൽ അവർ എങ്ങനെ ആ കേസ് സോൾവ് ചെയ്യുന്നു എന്നതാണ് രണ്ട് സിനിമകളുടെയും ഓൺലൈൻ. എന്നാൽ ഇതേ ഫീൽ തന്ന സിനിമയായിരുന്നു 2021 റിലീസായ ഓപ്പറേഷൻ ജാവ എന്ന സിനിമയും. ഏകദേശം ചില സീനുകൾ ഓപ്പറേഷൻ ജാവയോടും സിമിലറാണ്. പക്ഷേ കണ്ണൂർ സ്ക്വാഡ് കണ്ടവരിൽ മിക്കവരും കാർത്തി നായകനായ തമിഴ് സിനിമ തീരാൻ അധികാരമുണ്ട് എന്ന സിനിമയുമായി സാദൃശ്യം തോന്നിയെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4 സിനിമകളും ഒരുപോലെയുണ്ടെന്ന് പറയാം. വിക്രം, ജയിലർ. ഈ രണ്ട് സിനിമകളും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഈ രണ്ട് സിനിമകളുടെയും കഥ ഏകദേശം ഒരുപോലെയല്ലേ. ഫോഴ്സിൽ ജോലിയുള്ള വയസ്സായ അച്ഛൻ, പോലീസായ മകൻ, ചില പ്രശ്നങ്ങൾ കൊണ്ട് മരിക്കുന്ന മകൻ, പേരക്കുട്ടിയുമായി ഇമോഷണൽ സീൻസ്, മകൻ്റെ മരണത്തിന് കാരണമായവരെ തേടി പിടിച്ചു കൊല്ലുന്ന അച്ഛൻ, ചെറിയ വില്ലന്മാർക്ക് ശേഷം വലിയ വില്ലനെ നേരിടുന്ന അച്ഛൻ. ശുഭം.
ഏകദേശം ഒരുപോലെ തോന്നിക്കാവുന്ന അല്ലെങ്കിൽ ഒരേ കഥ തന്നെ പറഞ്ഞു പോകുന്ന സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോകളായ മലയാളം സിനിമകളിലെ VFX, തമിഴ് സിനിമകളിലെ കോപ്പിയേടുകൾ, ലോകേഷ് കനകരാജ് സംഭവങ്ങൾ, തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയ സിനിമകൾ, തളപതി വിജയുടെ രാഷ്ട്രീയം, 8 നിലയിൽ പൊട്ടിയ പൃഥ്വിരാജ് സിനിമകൾ, ഇപ്പറഞ്ഞ വീഡിയോകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കൂ. അപ്പോൾ മറ്റൊരു കണ്ടന്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.